ഹായ് ചങ്കികളെ, എല്ലാവർക്കും സുഖനല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ മഴ അങ്ങനെ ചെറുതായിട്ടൊക്കെ മഴ ചാറുണ്ട്. അപ്പൊ നമുക്ക് ഈ മഴക്കാലത്ത് എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണം പിള്ളേർക്ക്. മറ്റേ വേനൽക്കാലത്ത് ചൂടുകാലത്ത് അവർക്ക് തിന്നാനും വേണ്ട, വെള്ളം ജ്യൂസോ സർബത്ത് അല്ലെങ്കിൽ കടന്ന് മേടിച്ച് കഴിക്കുക, വെള്ളത്തിൽ വെള്ളം സിപ്പപ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കും. ഇപ്പൊ അവർക്ക് അതൊന്നും വേണം. ഇപ്പൊ വിശപ്പ് കൂടുതൽ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നവർക്ക് അപ്പൊ നമ്മളൊന്ന് സ്പെഷ്യൽ ആയിട്ട് സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഏട്ടത്തലയും കപ്പയും. അപ്പൊ ചില സ്ഥലത്തത് എന്താ പറയാ, നമ്മളിവിടെ ശരിക്കും പറയാ കൊള്ളി എന്ന് പറയും, ചില സ്ഥലത്ത് കപ്പ എന്ന് പറയും, ചില സ്ഥലത്ത് പൂളെന്ന് പറയും, ചില സ്ഥലത്ത് മരിച്ചിരി എന്ന് പറയും. ശരിക്കും മരിച്ചിരി എന്ന് അതിന്റെ ശരിക്കും പേരെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്കിന്ന് ചിലര് മരിച്ചിരി എന്ന് പറയാ. നമ്മള് സാധാരണ കൊള്ളി, തെക്കോട്ട കപ്പ, വടക്കോട്ട് പൂള, ഒരു വേറെ പേരൊക്കെ ഉണ്ടാവും ചിലപ്പോ നാട്ടിൽ. അപ്പൊ നമുക്ക് ഏട്ടത്തലയും കപ്പയും. അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാ. അത് വേറെ കാര്യം, നമ്മുടെ ചാനലില് ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സപ്പോർട്ടിനാണ് അടുത്ത സപ്പോർട്ട് മാത്രം മതി. അപ്പൊ നേരെ വീട്ടിലേക്ക് പോകുമ്പോ അപ്പൊ നമ്മള് ഏട്ടത്തലക്കറി കപ്പ 4 മണിക്ക്. അപ്പൊ നമ്മള് 1 കിലോ മേലുണ്ട് ഏട്ടത്തല, പിന്നെ ഒരു 2 കിലോ കപ്പയുണ്ട്. കപ്പ വേറെ നമുക്ക് ശരിയാക്കണം, നമുക്ക് ഏട്ടത്തക്കറിക്കുള്ളത് നോക്കാം നമുക്ക്. അപ്പൊ ഏട്ടത്തല, പിന്നെ ഒരു 4 കുടപ്പുളി, ഒരു സവാളയും, ഒരു 5-10 ചെറുള്ളിയും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ്. പിന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി. ഇത് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, പിന്നെ ഫിഷ് മസാല 2 ടീസ്പൂൺ, സാധാ മുളക് പൊടി 2 ടീസ്പൂൺ, പിന്നെ ഒരു പച്ചമുളകും 3-4 ഇഞ്ചിൻ്റെ ഒരു വലിയ കഷ്ണം, പിന്നെ ഉലുവ, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത് ഇത്ര ഐറ്റംസ്. അത് കാര്യം ചെയ്യാം. ഈ ഏട്ടത്തല കറി വെച്ചിട്ട് നമുക്ക് കപ്പ നന്നാക്കാം. അപ്പൊ നമുക്ക് നേരെ ഏട്ടത്തല വയ്ക്കാൻ പോകുമ്പോൾ നമ്മള് ചട്ടി അടുപ്പത്ത് വെച്ച്, നമ്മളിപ്പോ ഇന്ത്യത്തിന് ചട്ടിന് വെച്ചാണത്. അത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച ആവശ്യത്തിന്. അപ്പൊ വെളിച്ചെണ്ണ കൂടുതലും കുറവൊക്കെ കൊടുത്ത ആവശ്യമനുസരിച്ച് ഉപയോഗിക്കുക. നമുക്ക് വെളിച്ചെണ്ണ ചൂടായ കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. കടയിലും ഉഷാർ കുറവുണ്ടാവും. കണവായാലും ആണ് പൊട്ടാൻ താമസം. ഉലുവ ശരിക്കും മൂത്തില്ലെങ്കിലേ ഒരു കയ്പ് വരും കറിക്ക്. അപ്പൊ നമുക്ക് ഇനി കടുക് പൊട്ടി ഉലുവ 1 ടീസ്പൂൺ. മൂക്കട്ട 2 വേപ്പല, നമ്മൾ സവാളയും ചെറുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചേക്കണത്, പച്ചമുളക് ഒരു 3 ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 10 അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ഒരു കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി എല്ലാം കുളിച്ചൊന്ന് വാട്ടാം നമുക്ക്. ലേശം ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾക്ക് മഞ്ഞപ്പൊടിയും മുളകുപൊടിയൊക്കെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ചെയ്യണതാണ്. അത് കാരണം മഞ്ഞപ്പൊടി ഇപ്പോൾ ഇടണ്ട, പൊടികളൊക്കെ ഇടുമ്പോൾ ഒന്നിച്ചിട്ടാൽ മതി. നന്നായിട്ട് വാടിക്കോട്ടെ. മൊരിയണ്ട, ഒന്ന് വാടിയാൽ മതി. കഴിഞ്ഞ ആഴ്ച കപ്പ്, കഴിഞ്ഞ ആഴ്ച കപ്പ് സീരിയൽ കണ്ടു ബോധം പോയി. ദിവസം അറിയില്ല. അതൊന്നറിയോ, മനസ്സിന് ഭയങ്കര സന്തോഷമുള്ളപ്പോഴാണ് ഈ ദിവസം പോകണമെന്ന് അറിയാത്തത്. എന്നുവെച്ചാല് ദിവസങ്ങൾ പോകണം അറിയണമെന്ന് അറിയണില്ല. ഹാപ്പി. ചെറുള്ളി സവാള എല്ലാം കൂടി മിക്സ് ചെയ്തൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ഇനി പൊടിയിടാം. ഇതില് മല്ലിപ്പൊടി അല്ല, മഞ്ഞൾപ്പൊടി, സാധാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ഫിഷ് മസാല. അപ്പൊ നമ്മള് അതിട്ട് ഇനി പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കരുത്.
ഇപ്പൊ ഒരുവിധം കറികളൊക്കെ ഇങ്ങനെ തന്നെ വെക്കാം. ഇനി വേണം തക്കാളി വേണമെങ്കിൽ നമുക്ക് വേണ്ട, തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഇട്ടാലും നല്ല ഗ്രേവിക്ക് തിക്ക് കിട്ടും. നമുക്ക് കപ്പയിലേക്കല്ലേ കുഴപ്പമില്ല. അത് ഇപ്പൊ നമ്മൾ വെച്ച രീതി നമ്മൾ കാണിക്കുക. അപ്പൊ നമ്മുടെ മസാല ഒക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി പുളി വെള്ളം ഒഴിച്ചോളാം. വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം എടുത്ത് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം. കപ്പയ്ക്ക് മതിയാവില്ല എത്രയും. ഇതിപ്പോ ചോറിന് കൂട്ടൊക്കെ ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ചും മൂടി വയ്ക്കാം. തിളക്കട്ടൊന്ന് തിളച്ചിട്ട് മീനിട്ടാൽ മതി. അപ്പൊ നമ്മുടെ മസാല തിളച്ച് നമുക്കിനി മീനിട്ട് കൊടുക്കുക. നമ്മുടെ ഏട്ടത്തല, ഈ ഏട്ടത്തലയും കപ്പയും മോനെ അടിപൊളി സാധനമാണ്. ഇതൊന്ന് വെന്ത് സെറ്റാവട്ടെ. മീൻ ഉപ്പും പുളിയും എരിവൊക്കെ പിടിക്കട്ടെ. അപ്പൊ നമുക്കിനി എല്ലാം സെറ്റായിട്ട് ഇനി ചോറൊക്കെ തിന്ന. ഇത് വൈകുന്നേരത്തിനാകുമ്പോഴേക്കും ഇതൊക്കെ എരിവൊക്കെ എല്ലാം പിടിച്ചോളും. അപ്പൊ നമുക്ക് കപ്പയും കൂട്ടിയിട്ട് പൂശ ഒരു ഉറക്കം കഴിഞ്ഞിരിക്കുമ്പോ ചെറിയ മഴ ഒക്കെ വരാനുള്ള ലക്ഷണമുണ്ട്. അപ്പൊ ഇത് നമുക്കിതിപ്പോ മൂടി വെച്ചിട്ട് ചെറുതായിട്ട് കത്തിക്കാം. ചെറിയ തീയിൽ വെക്കാം. നമുക്ക് ഈ കപ്പ നന്നാക്കി തരാം. സെറ്റാക്കി വെക്കാം. അടിപൊളി. അപ്പൊ നമുക്കിത് നന്നാക്കാം. പുറത്തേക്ക് പോകാനല്ലേ. നമുക്ക് കപ്പ നന്നാക്കിയിട്ട് വരാം. കത്തിയൊക്കെ എടുത്തോട്ടാ. നമ്മുടെ കപ്പൊക്കെ നന്നായി കഴിഞ്ഞ് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേവിക്കുള്ളൂ. ചൂടുള്ള കപ്പയും മീൻകറിയും കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ചോറ് ഞാനുണ്ട്. അതിലൊരു ഉറക്കമുണ്ട്. ഇത് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് കപ്പ കാണാം. നമുക്ക് ഇത് ഭയങ്കര കളീരാ. അപ്പൊ നമ്മുടെ കപ്പയിലേക്കുള്ള ഏട്ടത്തല റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ സ്പെഷ്യലി ഏട്ടത്തലയും കപ്പയും വൈകിട്ട്. അപ്പൊ ഒന്നും കൂടി ഒന്ന് പറ്റിക്കോട്ടെ. വറ്റല്ല, ഒന്നും കൂടി ചാറ് സെറ്റ് ആയിക്കോട്ടെ. അപ്പൊ ഉറക്കം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കിടന്നുണ്ടാവില്ലേ? 4 മണിയാവാനാ പോണേ. 2 മണിക്കൂർ മേലെ കിടന്നുറങ്ങി സുഖമായിട്ട്. കപ്പ കഴുകി കളിക്കാൻ പോയിക്കണ വന്നിട്ടില്ലേ? ഞാൻ അതിനെ വിളിക്കാൻ പോണം. ഏട്ടത്തില കറി ചായ കുടിച്ചാ ഉണ്ടാക്കില്ല. നമ്മുടെ ഏട്ടത്തല കപ്പ. ഏട്ടത്തല കപ്പ. ചാളക്കറിയും കപ്പയും എങ്ങനെ ഷാറിനെ? അടിപൊളി, ഒന്നും പറയില്ല. നല്ല ടേസ്റ്റ്.
വെടുപ്പാക്കിയല്ല കപ്പയും ഒരു ചായ കുടിച്ചേ. ചായ കുടിക്കും. ടേസ്റ്റി പുളി. അല്ലേ?